السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. इन आयत का तर्जुमा ये है कि हम ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: നാം അല്പമൊക്കെ ഭയം, വിശപ്പ്, ധനനഷ്ടം, ജീവനഷ്ടം, ഫലനഷ്ടം എന്നിവയിലൂടെ നിശ്ചയമായും നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. താങ്കൾക്ക് വല്ല ആപത്ത് നേരിടുമ്പോൾ പരിഭ്രമിക്കാതെ നിശ്ചയമായും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരും അവങ്കിലേക്ക് തന്നെ മടങ്ങുന്നവരാകുന്നു എന്നും പറയുന്ന സഹനശീലർക്ക് തീർച്ചയായും സുവാർത്ത അറിയിക്കുക. സഹനശീലർക്ക് നീ സുവാർത്ത അറിയിക്കുക. ഈ ആയത്തുകളിൽ സത്യവിശ്വാസികളുടെ പ്രത്യേകതകളെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. അവ പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസത്തിൽ അവർ പ്രകടിപ്പിക്കുന്നു. അല്ലാഹു പറയുന്നു, ഈ പ്രത്യേകതകൾ പ്രകടമാക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയാണെന്ന് മനസ്സിലാകുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില അവസരങ്ങളിൽ വ്യക്തിപരമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, ചിലപ്പോൾ ജമാഅത്ത്പരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസി എല്ലാവിധ പ്രയാസത്തിലും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് വിജയം വരിച്ച് അതിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അവൻ അപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം വിവിധങ്ങളായ ലിഖിതങ്ങളിലും നിർദ്ദേശങ്ങളിലും വിശദമായ നിലയിൽ വെളിച്ചം വീശിയിരിക്കുന്നു. വിവിധ വശങ്ങളിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാമിന്റെ 1-2 നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ്. ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം ഈ ആയത്തുകളുടെ വിശദീകരണം നൽകിക്കൊണ്ട് ഒരിടത്ത് ഇപ്രകാരം പറയുന്നു: പ്രയാസത്തെ ഒരിക്കലും മോശമായി കണക്കാക്കരുത്. കാരണം പ്രയാസത്തെ മോശമായി കണക്കാക്കുന്നവൻ സത്യവിശ്വാസിയായിരിക്കില്ല. അള്ളാഹു പറയുന്നു, വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്
വബശ്ശിരി സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പറയുന്നു, ഈ പ്രയാസം പ്രവാചകന്മാരിലുണ്ടാകുമ്പോൾ അവർക്ക് പ്രതിഫലത്തെക്കുറിച്ചുള്ള സുവാർത്ത അറിയിക്കപ്പെടുന്നു. പിന്നെ ഈ പ്രയാസം തന്നെ മോശമായവരിൽ അവതരിക്കുമ്പോൾ അവരെ അത് നശിപ്പിച്ചു കളയുന്നതാണ്. ചുരുക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസരത്തിൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് പ്രയാസകരമായ അവസരത്തിലും അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിക്കലാണ്. പറയുന്നു, വിശ്വാസിയുടെ ജീവിതത്തിൽ 2 വശങ്ങളാണുള്ളത്. വിശ്വാസി നന്മ പ്രവർത്തിക്കുമ്പോൾ അതിനായി പ്രതിഫലം നിർണയിക്കപ്പെടുന്നു. എന്നാൽ ക്ഷമയെന്നത് അതിനുള്ള പ്രതിഫലം അത്യധികവും പരിധികളില്ലാത്തതുമാണ്. നന്മയ്ക്ക് പ്രതിഫലമുണ്ട്, എന്നാൽ ക്ഷമയുടെ ഫലം വളരെയധികമാണ്. അള്ളാഹു പറയുന്നു, ഇവരാണ് ക്ഷമ കൈക്കൊള്ളുന്നവർ, അവരാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ. അള്ളാഹു ക്ഷമയുടെ അർത്ഥം മനസ്സിലാക്കുന്നവരുടെ ജീവിതത്തെ 2ആയി ഭാഗിച്ചിരിക്കുന്നു. ഒന്നാമതായി അവർ ദുആ ചെയ്യുമ്പോൾ, അതായത് ക്ഷമ കൈക്കൊള്ളുന്ന വ്യക്തി, അള്ളാഹു അതിനെ സ്വീകരിക്കുന്നു. ഏതുപോലെ അവൻ പറയുന്നു, ഉദൂനി യസ്തജിബ് ലക്കും ഉജീബു ദാവത്ത ദാഇ ഇദാ ദാ. രണ്ടാമതായി, ചില അവസരങ്ങൾ അള്ളാഹു വിശ്വാസിയുടെ ചില ദുആകൾ ചില കാരണങ്ങളാൽ സ്വീകരിക്കുകയില്ല. അങ്ങനെ ആ അവസരത്തിൽ വിശ്വാസി അള്ളാഹുവിന്റെ തൃപ്തിക്കായി മുഴുവനായി അതിൽ നിന്ന് പിന്മാറുന്നു. തുല്യത എന്ന നിലയിൽ പറയപ്പെടുന്നതാണ് അള്ളാഹു വിശ്വാസിയുമായി സുഹൃത്തുബന്ധം വെച്ചു പുലർത്തുന്നു. ഏതുപോലെ 2 സുഹൃത്തുക്കൾ, അതിൽ ചിലപ്പോൾ ഒരാൾ കാര്യം അംഗീകരിക്കുന്നു, മറ്റു ചിലപ്പോൾ കാര്യം അംഗീകരിക്കപ്പെടുന്നു. ഇതുപോലെയാണ് സത്യവിശ്വാസിയുമായുള്ള അള്ളാഹുവിന്റെ ബന്ധം. ചിലപ്പോൾ അവൻ വിശ്വാസിയുടെ ദുആ സ്വീകരിക്കുന്നു. ഏതുപോലെ അവൻ പറയുന്നു, ഉദൂനി യസ്തജിബ് ലക്കും. മറ്റു ചിലപ്പോൾ അവൻ തന്റെ കാര്യത്തെ വിശ്വാസിയെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു. ഏതുപോലെ അവൻ പറയുന്നു, വലനബലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫ്. അതിനാൽ ഇക്കാര്യത്തെ മനസ്സിലാക്കി എന്നത് വിശ്വസ്തതയാണ്, ഒരു വശത്തെ മാത്രം ആശ്രയിക്കാതിരിക്കലാണ്. പറയുന്നു, വിശ്വാസിക്ക് പ്രയാസകരമായ സമയത്തും ദുഃഖിതനാവാൻ പാടുള്ളതല്ല. അവൻ നബിയേക്കാൾ ഉയർന്നവനല്ല. യഥാർത്ഥ വസ്തുത എന്നത് വിഷമകരമായ സാഹചര്യത്തിൽ ഒരു അനുരക്തിയുടെ നീരുറവ പൊട്ടിപ്പുറപ്പെടുന്നതാണ്. വിശ്വാസിക്ക് ആയിരക്കണക്കിന് ആനന്ദം ലഭിക്കുന്ന തരത്തിലല്ലാതെ ഒരു പ്രയാസവും ഉണ്ടാകുന്നതല്ല. പിന്നീട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ പ്രിയതമന്മാർ തിന്മയിലൂടെ പ്രയാസമുണ്ടാകുകയില്ല, അതായത് തിന്മ മൂലം അവർക്ക് മുസീബത്ത് ഉണ്ടാകുന്നതല്ല. അദ്ദേഹം പറയുന്നു, വിശ്വാസത്തിന്റെ പരമാർത്ഥം പോലും തുറക്കപ്പെടുന്നത് പ്രയാസങ്ങളിലൂടെയാണ്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിമുട്ടുകൾ, പിന്തുണയുടെ കാലഘട്ടത്തിൽ പോലും അവിടുത്തെ ധാർമ്മികത എപ്പോഴാണ് പ്രകടിപ്പിച്ചതെന്ന് നോക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസം ഉണ്ടായിട്ടില്ല എങ്കിൽ പിന്നെ അവിടുത്തെ ധാർമ്മികതയെ സംബന്ധിച്ച് നമുക്ക് എപ്രകാരമാണ് മനസ്സിലാകുന്നത്? സത്യവിശ്വാസിയുടെ പ്രയാസത്തെ മറ്റുള്ളവർ പ്രയാസമായി കണക്കാക്കുന്നു, എന്നാൽ വിശ്വാസി അതിനെ പ്രയാസമായി കണക്കാക്കുകയില്ല. പറയുന്നു, ഇത് നിർബന്ധകരമായ കാര്യമാണ്. മനുഷ്യൻ തന്റെ സത്യസന്ധമായ തൗബയിൽ ഉറച്ചു നിൽക്കുക. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തൗബയിലൂടെ അവന് പുതിയ ജീവിതം ലഭിക്കുന്നതാണ്. തൗബയുടെ ഫലങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർമ്മത്തിലൂടെ തൗബയ്ക്ക് രൂപം നൽകുക. ഒരു തോട്ടക്കാരൻ തൈ നടുമ്പോൾ അതിന് വെള്ളമൊഴിക്കുന്നു, അങ്ങനെ അത് അതിന് വളർച്ച നൽകുന്നു. അതുപോലെ വിശ്വാസവും ഒരു തൈയാണ്. അതിന് ജലസേചനം ചെയ്യപ്പെടുന്നത് കർമ്മത്തിലൂടെയാണ്. അതിനാലാണ് വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കായി കർമ്മത്തിന് വളരെ ആവശ്യകതയുള്ളത്. വിശ്വാസത്തോടൊപ്പം കർമ്മം ഉണ്ടാകുന്നില്ലെങ്കിൽ തൈ ഉണങ്ങിപ്പോകുന്നതാണ്, അത് നശിച്ച് നാമാവശേഷമായി തീരുന്നതാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ വിശ്വാസിയായിരിക്കെ പരീക്ഷണങ്ങളെ മോശമായി കണക്കാക്കരുത്. വിശ്വാസം പൂർണ്ണമാകാത്തവരാണ് അതിനെ മോശമായി കണക്കാക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലനബലു അന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരി അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു പറയുന്നു,
നാം നിന്നെ ചിലപ്പോൾ ദാനം കൊണ്ട്, അല്ലെങ്കിൽ ജീവൻ കൊണ്ട്, അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ട്, അതുമല്ലെങ്കിൽ കൃഷിയിടങ്ങളിലെ വിളവ് കൊണ്ടോ പരീക്ഷിക്കുന്നതാണ്. ആ സമയത്ത് ക്ഷമ കൈക്കൊള്ളുന്നവൻ നന്ദി കാണിക്കുന്നു, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്കായി അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ വിശാലമാക്കുകയും അവരുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയപ്പെടുന്നതുമാണ്. ആ സന്ദർഭത്തിൽ പറയുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സകല വസ്തുക്കളും അവയെല്ലാം അള്ളാഹുവിൽ നിന്നാകുന്നു. അവസാനം ഇതിന്റെയെല്ലാം മടക്കം അള്ളാഹുവിലേക്കാണ്. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടത്തിന്റെ വേദന അവരുടെ ഹൃദയത്തെ തകർക്കുന്നതല്ല. അവർ തൃപ്തിയാകുന്ന സങ്കേതത്തിൽ വിഹരിക്കുന്നവരാണ്. ഇവരാണ് ക്ഷമ കൈക്കൊള്ളുന്നവർ. ക്ഷമിക്കുന്നവർക്കായി അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം ഒരുക്കി വച്ചിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, ചില ആളുകൾ അള്ളാഹുവിൽ ആരോപണം ഉന്നയിക്കുന്നു, അവൻ നമ്മുടെ ദുആ സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഔലിയാക്കളെ ആളുകൾ പരിഹസിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മേൽ ആളുകൾ ആക്ഷേപം ഉന്നയിക്കുന്നു, അവരെ ആരോപണങ്ങളുടെ കുറിമാനമാക്കുന്നു. അതായത് അവരുടെ ഇന്ന ദുആ സ്വീകരിക്കപ്പെട്ടില്ല പറയുന്നു. യഥാർത്ഥത്തിൽ ഈ അവിവേകികൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വേണ്ടവിധം മനസ്സിലാക്കുന്നില്ല. ഏതൊരു മനുഷ്യനാണ് ഇക്കാര്യത്തെക്കുറിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അവൻ ഇത് സംബന്ധമായുള്ള അറിവ് ലഭിക്കുന്നതാണ്. അതായത് അള്ളാഹു അംഗീകരിക്കുന്നതിന്റെയും അംഗീകരിപ്പിക്കുന്നതിന്റെയും രണ്ട് മാതൃകകൾ സമർപ്പിച്ചിരിക്കുന്നു. ഇതിനെ അംഗീകരിക്കുക എന്നതാണ് ഈമാൻ. നിങ്ങൾ ഒരു വശത്തെ മാത്രം ആശ്രയിക്കുന്നവരായി തീരരുത്. അള്ളാഹുവിനെ എതിർത്തുകൊണ്ട് അവന്റെ നിർണിതമായ നിയമങ്ങളെ ലംഘിക്കുന്നവരാകാനും പാടില്ല. അദ്ദേഹം പറയുന്നു, മനുഷ്യന് പുരോഗതി പ്രാപിക്കാൻ രണ്ട് രീതികളാണ് ഉള്ളത്. ഒന്നാമതായി മനുഷ്യൻ ശരീഅത്ത് നിയമങ്ങൾ, അതായത് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിവ ശരീഅത്ത് കാര്യങ്ങൾ കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ സ്വയം ഉന്നതമായ നിലയിൽ നിർവഹിക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ മനുഷ്യന്റെ സ്വന്തം കരങ്ങളിലായിരിക്കും ഉണ്ടാവുക. അതിനാൽ ചിലപ്പോൾ അലസതയും അശ്രദ്ധയും ഇതിൽ ഉണ്ടായിത്തീരുന്നു. ചിലപ്പോൾ സംതൃപ്തിയും സമാധാനവും അവനുണ്ടാക്കി തീർക്കുന്നു. രണ്ടാമത്തെ രീതി എന്നത് നേരിട്ട് അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്നതാണ്. ഇതാണ് മനുഷ്യന്റെ യഥാർത്ഥ പുരോഗതിക്ക് ഹേതുവായി ഭവിക്കുന്നത്. കാരണം ശരീഅത്ത് പരമായ പ്രയാസങ്ങളിൽ മനുഷ്യൻ രക്ഷയുടെയും ആശ്വാസത്തിന്റെയും മാർഗം കണ്ടെത്തുന്നു. നോക്കുക, ആരുടെയെങ്കിലും കയ്യിൽ ആയുധം കണ്ടുകൊണ്ട് ശരീരത്തിൽ അത് പ്രയോഗിക്കാൻ പറയപ്പെട്ടാൽ അവസാനം ശരീരത്തോടുള്ള സ്നേഹം ഉണ്ടാകുന്ന കാരണം സ്വയം അതിനെ വിഷമത്തിലകപ്പെടുത്താൻ അവൻ ഇഷ്ടപ്പെടുന്നതല്ല. ഇതൊരു പ്രകൃതിദത്തമായ നിയമമാണ്. ഈ കാരണത്താൽ മനുഷ്യന്റെ പൂർണ്ണ വളർച്ചയ്ക്ക് വേണ്ടി മറ്റൊരു മാർഗം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, വലനബലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരി സാബരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നിങ്ങളെ. നിങ്ങളിൽ ചിലപ്പോൾ ഭയത്തെ അയച്ചുകൊണ്ടും ചിലപ്പോൾ വിശപ്പിലൂടെ, മറ്റു ചിലപ്പോൾ ധനത്തിലും ജീവനിലും വിളകളിലും നഷ്ടമുണ്ടാക്കിക്കൊണ്ടും പരീക്ഷിക്കുന്നതാണ്. എന്നാൽ ഈ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിശപ്പിലും ദുഃഖത്തിലും ക്ഷമ കാണിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നവർക്ക് സന്തോഷവാർത്ത നൽകുക. അവർക്കായി വലിയ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലും അതിന്റെ അതിപ്രധാന ഫലങ്ങൾ അവർക്കായി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കൃഷിക്കാരനെ നോക്കുക, എത്രയോ അധ്വാനത്തോടും പരിശ്രമത്തോടും കൂടിയാണ് ഭൂമി കിളച്ച് വിളകൾ നടുന്നത്. അതിനെ ശുദ്ധീകരിക്കുന്നു, ജലസേചനം നടത്തുന്നു. അവസാനം വിവിധ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം പരിശ്രമത്തിലൂടെയും സംരക്ഷണത്തിലൂടെയും കൃഷി തയ്യാറാക്കപ്പെടുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ അള്ളാഹുവിന്റെ അതിസൂക്ഷ്മമായ ഹിക്മത്തുകളുടെ അടിസ്ഥാനത്തിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ചൂട് കാരണം കൃഷി നശിച്ച് നാമാവശേഷമായിത്തീരുന്നു. ചുരുക്കത്തിൽ ഇതൊരു ഉദാഹരണമാണ്. എല്ലാവിധ പ്രയാസങ്ങൾക്കും അള്ളാഹുവിന്റെ അധീനതയിലാണുള്ളത്. ഈ അവസരത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടത് അവർ നൽകപ്പെട്ട പരിശുദ്ധ അധ്യാപനത്തെ അടിസ്ഥാനത്തിൽ, അതായത് യഥാർത്ഥ നാഥന്റെ തൃപ്തിക്ക് അനുഗുണമായി നൽകപ്പെട്ട അധ്യാപനം അനുവർത്തിക്കുക എന്നതാണ്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിനാൽ ഈ കാര്യങ്ങൾ എപ്പോഴും നാം മുന്നിൽ വെക്കേണ്ടതാണ്.
നമ്മുടെ ഹൃദയത്തിലും ഈ ചിന്തയുണ്ടാകാൻ പാടില്ല. അതായത് അള്ളാഹു വലിയ വലിയ നഷ്ടങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നമ്മളെ കടത്തിവിടുന്നു. മറ്റ് എതിരാളികളും പരിഹാസവും അസൂയയും കാണിക്കുകയിലോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നഷ്ടം വരുന്നെന്ന് പറയുന്ന സാഹചര്യത്തിലും നമുക്ക് ആവലാതി ഉണ്ടാവാൻ പാടില്ല. ഈ ഉദ്ധരണികളിൽ ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാം നമ്മുടെ മുമ്പായി വിവരിച്ച കാര്യങ്ങൾ, അതിലെ ചില പ്രധാന വശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അദ്ദേഹം പറയുന്നു, എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക, എപ്പോഴാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും പ്രവാചകന്മാരിലും അള്ളാഹുവിന്റെ പ്രിയതവന്മാരിലും ഉണ്ടാകുന്നത്, ഇത് അവലംബമാക്കി പ്രവാചകന്മാരുടെ ജമാഅത്തിന്റെ മേലും അത് പതിക്കുന്നു. അത് അവർ അദ്ദേഹത്തിന്റെ യഥാർത്ഥ അധ്യാപനം അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് കൂടി ഇതുണ്ടാവുന്നതാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവർ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു അവരെ ഏതെങ്കിലും മുസീബത്തിൽ അകപ്പെടുത്തുകയോ, അതായത് ശിക്ഷ നൽകുന്നതിന് വേണ്ടിയല്ല മുസീബത്തിൽ ഇടുന്നത്, മറിച്ച് പ്രതിഫലത്തെ സംബന്ധിച്ച് സുവാർത്ത അവരെ അറിയിക്കുന്നു. എപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രയാസവും ബുദ്ധിമുട്ടും പ്രവാചകനും അദ്ദേഹത്തിന്റെ ജമാഅത്തിന് എതിരാളികൾക്കും ഉണ്ടാവുന്നത്, ആ എതിരാളികൾക്ക് അത് മോശമായി പതിക്കുന്നു. അത് അവരുടെ നാശത്തിന് കാരണമായി ഭവിക്കുന്നു. അത് അവരെ നശിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, പ്രയാസങ്ങളിൽ ക്ഷമ കാണിക്കുന്നവർ അള്ളാഹുവിന്റെ കണക്കില്ലാത്ത പ്രതിഫലങ്ങൾക്ക് അവകാശിയായിത്തീരുന്നതാണ്. അതിനാൽ ഒരു വിശ്വാസിക്ക് ക്ഷമയുടെ അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. ക്ഷമയെന്നാൽ മനുഷ്യനേതെങ്കിലും നഷ്ടത്തിൽ വിഷമം പ്രകടിപ്പിക്കുക എന്നല്ല, മറിച്ച് ഇതിന്റെ അർത്ഥം ഏതെങ്കിലും നഷ്ടത്തിലോ ഏതെങ്കിലും പ്രയാസത്തിലോ സ്വന്തം വിവേകത്തെയും ബോധത്തെയും ഇല്ലാതായിത്തീരുന്ന വിധം അവസ്ഥ ഉണ്ടാക്കിയെന്നല്ല, നിരാശനായി മാറിയിരിക്കുകയെന്നല്ല, തന്റെ പ്രവർത്തനക്ഷമതയെ ഉപേക്ഷിക്കുക എന്നല്ല. ഒരു പരിധിവരെ വിഷമം നല്ലതാണ്. ഏതെങ്കിലും നഷ്ടത്തിൽ അത് ചെയ്യേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പുതിയൊരു തീരുമാനത്തോടെ അടുത്ത സ്ഥാനത്തേക്ക് ചുവട് വെക്കുന്നതിനായി മുമ്പത്തേക്കാൾ ഉപരിയായി പരിശ്രമിക്കുവാനുള്ള തീരുമാനവും കർമ്മവും പിന്നീട് ആവശ്യമാണ്. അതോടൊപ്പം ഇത് ഓർക്കുക, ക്ഷമ കൈക്കൊള്ളുന്നവനാണ് ദുആയുടെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. ചിലപ്പോൾ അള്ളാഹു ഉടൻ ദുആ സ്വീകരിക്കുന്നു, മറ്റു ചിലപ്പോൾ അള്ളാഹു ചില കാരണങ്ങളാൽ ദുആ സ്വീകരിക്കുകയില്ല. എന്നാൽ വിശ്വാസിയുടെ ജോലി എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ തൃപ്തി അടയുക, അള്ളാഹുവിന്റെ ഒരു പ്രവൃത്തിയിലും പരാതി ഉന്നയിക്കാതിരിക്കുക. ഇതാണ് യഥാർത്ഥ ക്ഷമ. ഇത്തരത്തിലുള്ള ക്ഷമയുടെ അവസ്ഥ ഉണ്ടായിത്തീർന്നാൽ പിന്നെ അള്ളാഹു തന്റെ ദാസരെ നല്ല നിലയിൽ അനുഗ്രഹിക്കുന്നതാണ്, പ്രതിഫലം നൽകുന്നു. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസൻ പ്രയാസകരമായ സാഹചര്യത്തിലും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അവർ കാണുന്നതാണ് ഇതിന് പിന്നാലെ, അതായത് ഈ പ്രയാസങ്ങളുടെ പിന്നാലെ അള്ളാഹുവിന്റെ അസംഖ്യം പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും വരുന്നതായി. അദ്ദേഹം പറയുന്നു, വിശ്വാസിക്ക് പ്രയാസവും ബുദ്ധിമുട്ടും അവരുടെ തിന്മ മൂലമല്ല ഉണ്ടാകുന്നത്, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമാകുന്നു. കാരണം അള്ളാഹുവിന്റെ ദാസർ എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് തൃപ്തിയടങ്ങുന്നവരാണ് എന്ന കാര്യം ലോകം അറിയുന്നതിന് വേണ്ടി കൂടിയാണ്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന് ലോകത്തിലെ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വ്യക്തിത്വമായിരുന്നു. എന്നാൽ അവിടത്തേക്കും അസംഖ്യം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. വ്യക്തിപരമായ ബുദ്ധിമുട്ടുമുണ്ടായി, അതുപോലെ ജമാഅത്ത് പരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായി. എത്രമാത്രം പ്രയാസങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഉണ്ടായത് അതുപോലെ മറ്റാർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ എല്ലാവിധ പ്രയാസത്തിലും അവിടുത്തെ ക്ഷമ, ദൈവഹിതത്തിൽ സംതൃപ്തിയടയുന്ന മാതൃക ലോകത്ത് മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
ഇതാണ് ഉന്നതമായ ധാർമ്മിക ഗുണം. എല്ലാ മുസ്ലിങ്ങൾക്കു വേണ്ടിയും ഇത് ജീവിത മാതൃകയാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പിന്നീട് നമ്മെ യഥാർത്ഥ തൗബയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ഇതും നിങ്ങളുടെ വിജയത്തിനും പരീക്ഷണങ്ങളിൽ നിന്ന് സുരക്ഷിതനായി പുറത്തു വരുന്നതിനും വളരെ നിർബന്ധമാണ്. മോമിന്റെ ജോലി കർമ്മത്തോടൊപ്പം തൗബയിലേക്കും ശ്രദ്ധ തിരിക്കുക എന്നതാണ്. അതായത് എല്ലാ പ്രയാസത്തിലും പരീക്ഷണത്തിന്റെ സാഹചര്യത്തിലും അള്ളാഹുവിലേക്ക് കുനിഞ്ഞുകൊണ്ട് തന്റെ ബലഹീനതകളെ അംഗീകരിക്കുക. പിന്നീട് നന്മയിലൂടെ തന്റെ സംസ്കരണ പരിപാടികൾ തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക. അദ്ദേഹം പറയുന്നു, ഏതുപോലെ ഒരു തോട്ടക്കാരൻ ചെടി നടുകയും അതിന് വെള്ളം നൽകുന്നു, അതിനെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ വിശ്വാസിയും വിശ്വാസമാകുന്ന ചെടിയെ നന്മ നിറഞ്ഞ പ്രവൃത്തിയിലൂടെ വെള്ളം കൊണ്ട് നനയ്ക്കുക. അവന് അങ്ങനെ ഇത് ചെയ്യുന്ന പക്ഷം ഇതായിരിക്കും ഒരു വിശ്വാസിയുടെ വിജയത്തിന്റെ മാർഗമായി ഭവിക്കുക. അദ്ദേഹം പറയുന്നു, ജനങ്ങളുടെ വാക്കുകളിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർ അഭിപ്രായം പറയുന്നതാണ്, ജനം അള്ളാഹുവിന്റെ വലിമാരെ പോലും ആക്ഷേപിച്ചു വരുന്നവരാണ്. അവരുടെ ഇന്ന ദുആ സ്വീകരിച്ചില്ല, ഇന്നത് സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു, അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നവർ അള്ളാഹുവിന്റെ നിയമത്തെ സംബന്ധിച്ച് അജ്ഞരായിരിക്കുന്നവരാണ്. ഒരു വിശ്വാസി ഇത് മനസ്സിലാക്കുന്നു. അള്ളാഹു ചിലപ്പോൾ അംഗീകരിക്കുന്നു, ചിലപ്പോൾ അംഗീകരിപ്പിക്കുന്നു. ഇതാണ് അവന്റെ നിയമം. അദ്ദേഹം നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ഈ നിയമത്തെ ലംഘിക്കുന്നവരായി നിങ്ങൾ മാറരുത്. ഇവിടെ ഉണ്ടായ തീപിടിച്ച സംഭവം, ആ സമയത്ത് ഒരു സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ അനഹമ്മദിയായ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, നിങ്ങളുടെ ഇത്രമാത്രം ദുആ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ തീപിടിച്ചത് എന്തുകൊണ്ടാണ്? ഈ പ്രയാസം നിങ്ങൾക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ്? എന്നാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പ്രയാസമുണ്ടായിട്ടില്ലേ, മോമിനീങ്ങളിൽ പ്രയാസമുണ്ടായിട്ടില്ലേ എന്ന തെളിവ് നൽകി. ഏതായാലും ആക്ഷേപം ഉന്നയിക്കുന്നവർ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങൾ നിയമങ്ങൾ ലംഘിക്കുന്നവരായി മാറരുത്. അദ്ദേഹം പറയുന്നു, സത്യവിശ്വാസികളായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, വരും, പിന്നീട് അത് പോകും. അതിനാൽ ക്ഷമയും ദുആയും തന്റെ കർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിച്ച് എടുക്കുന്നവരായി തീരുക. എപ്പോഴാണ് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്, എപ്പോഴാണ് പ്രയാസമുണ്ടാകുന്നത്, അപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയുന്നവരിൽ ഉൾപ്പെടുന്നവരാകുക. ഇവർക്കാണ് അള്ളാഹു സുവാർത്ത നൽകുന്നത്. മനുഷ്യൻ എപ്പോഴാണ് ഇന്നാ ലില്ലാഹി എന്ന് പറയുന്നത്, ഇതിന് അർത്ഥം ഇതാണ്, ഞാൻ അള്ളാഹുവിന്റേതാണ്. പ്രയാസവും നഷ്ടവും കണ്ടുകൊണ്ട് ഇന്നാ ലില്ലാഹി എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം ഞാൻ അള്ളാഹുവിന്റേതായി ഇരിക്കെ അള്ളാഹു ഞങ്ങളെ ഒരിക്കലും നശിപ്പിക്കുകയോ നാമാവശേഷമാക്കുകയോ ചെയ്യുകയില്ല. ഏതെങ്കിലും പ്രയാസം ഉണ്ടായാൽ തന്നെ അള്ളാഹു മുമ്പത്തേക്കാൾ ഉപരിയായി പ്രതിഫലം നൽകുന്നതിനായി ഞങ്ങളെ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. പിന്നീട് ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് വരും കാലം ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെ ഞങ്ങളിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. അതുപോലെ അള്ളാഹുവെ, നിന്നിലേക്ക് കുനിഞ്ഞു ഞങ്ങൾ ഈ പ്രതിഫലത്തെ ചോദിക്കുകയാണ്. എപ്പോഴും നിന്റെ അനുഗ്രഹത്തിന് ഞങ്ങൾ ആവശ്യക്കാരാണ്. അതിനാൽ ഞങ്ങളെ ക്ഷമാശീലരാക്കുക, ഞങ്ങളുടെ കർമ്മങ്ങളെ ഉന്നതമാക്കുന്നവരാക്കുകയും ചെയ്യുക. ഞങ്ങളെ നിന്നിലേക്ക് എപ്പോഴും നമിക്കുന്നവരാക്കി തീർക്കുക. എപ്പോഴാണ് നാം ഈ അവസ്ഥ സൃഷ്ടിക്കുന്നത്, പിന്നീട് ഇൻഷാ അല്ലാഹ് പുരോഗതി ഉണ്ടാകുന്നതാണ്. മുമ്പത്തേക്കാൾ ഉപരിയായി ജമാഅത്ത്പരമായ അഭിവൃദ്ധിയും കാണാൻ സാധിക്കുന്നതാണ്. ശത്രുവിന്റെ ശത്രുത, അവരുടെ പരിഹാസം
നമ്മുടെ ഒന്നും തന്നെ നശിപ്പിക്കുന്നതല്ല. എന്നാൽ നമുക്ക് അള്ളാഹുമായി നല്ല നിലയിൽ, യഥാർത്ഥ നിലയിലും ബന്ധമുണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ടിരുന്ന 2 ഹാളുകളിൽ തീ മൂലം വലിയ നാശനഷ്ടമുണ്ടായി. വളരെ ഭയാനകരമായ അഗ്നിയായിരുന്നു. ഇത് സംബന്ധിച്ച് വിവിധ മാധ്യമങ്ങളും മറ്റ് TV ചാനലുകളും വാർത്ത നൽകിയുണ്ടായി. ചില അസൂയാലുക്കളും വിരോധികളും ആഹ്ലാദ പ്രകടനം നടത്തുകയുണ്ടായി. ഒരു ഉദാഹരണം ഞാൻ മുമ്പ് നൽകിയിരുന്നു. ഈ പള്ളി കത്തിയത് നല്ലതായി അവർ പറയുന്നു. ഇത് പള്ളി തന്നെയല്ല എന്നാണ്. കാരണം ഇവർ മുസ്ലിങ്ങളല്ല, അതുകൊണ്ട് ഇവരുടെ ആരാധനാലയം അത് കത്തുന്നു. പിന്നീട് അവസാനം ഇവർ ഖേദം പ്രകടിപ്പിച്ചു. ആദ്യം അവർ സന്തോഷം പ്രകടിപ്പിച്ചു, പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു. പള്ളിയുടെ ഭാഗം കത്താതിരുന്നതിലായിരുന്നു അവർക്ക് ഖേദം. മറിച്ച് ഇവരുടെ 2 ആളുകൾ മാത്രമാണോ കത്തിയത്, അതായത് പള്ളി എന്തുകൊണ്ട് കത്തിയില്ല എന്നതിലായിരുന്നു ഇവർക്ക് വിഷമം ഉണ്ടായിരുന്നത്. ഇതിലായിരുന്നു ഇവർക്ക് അത്യധികം വിഷമുണ്ടായിരുന്നതും. ഇതാണ് ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ. എന്നാൽ എല്ലാവരും ഇത്തരത്തിലുള്ളവരല്ല. ചില പ്രദേശത്തിലെ മുസ്ലിങ്ങൾ നമ്മോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു. ഒരു സ്ഥലത്തെ മുസ്ലിങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അനുകമ്പപൂർണമായ സന്ദേശം വന്നു. ഞങ്ങൾ നിങ്ങളുടെ പള്ളിയുടെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ അതിന്റെ ചില മുറികൾ അഗ്നിക്ക് ഇരയായതിൽ വളരെയധികം ദുഃഖമുണ്ടെന്ന് പറയുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മസ്ജിദിനും തീപിടുത്തമുണ്ടായി. കുറച്ചു മാസമായി പള്ളി അടച്ചിരുന്നു. കുറച്ചു ദിവസം മുമ്പാണ് അത് തുറന്നത്. ചില അജ്ഞരായ പ്രാദേശിക ഇംഗ്ലീഷുകാരും ഇത് നല്ലതായി പോയി എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. മുസ്ലിങ്ങളെ കുറിച്ചുള്ള തെറ്റായ വീക്ഷണം ചില സ്ഥലങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അയൽവാസി, അവർ ഈ ജമാഅത്തിനെ കുറിച്ച് അറിയുന്നവർ, അവർ ഈ അമുസ്ലിമിനും അനഹമദിക്കും സ്വയം ഉത്തരം നൽകി പറഞ്ഞു, നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാവേണ്ടതാണ്. ഇത് ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജമാഅത്താണ്. ലോകത്തിലെ വിവിധ ചാനലുകൾ മറ്റ് മാർഗങ്ങളിലൂടെ ഈ വാർത്ത പ്രചരിക്കുകയുണ്ടായി. അതുപോലെ യൂറോപ്പും ഈ വാർത്ത നൽകി. യൂറോപ്പിലെ വലിയ പള്ളിയിൽ അഗ്നിബാധയുണ്ടായി എന്ന വാർത്ത നൽകി. അതിൽ ചർച്ചയുമുണ്ടായി. ഇത് എത്തരത്തിലുള്ള ജമാഅത്താണ്, ഇവർ ആരാണ്. യഥാർത്ഥത്തിൽ ഈ സംഭവം ജമാഅത്തെക്കുറിച്ച് വിശാലമായ ഒരു പ്രചാരണം കൂടി ലോകത്ത് നടത്തി. നമുക്ക് ദുഃഖമുണ്ടായി, നാം ക്ഷമ കൈക്കൊണ്ടു, ഇന്നാ ലില്ലാഹി എന്ന് പറയുകയും ചെയ്തു. എന്നാൽ അള്ളാഹു ഈ നഷ്ടത്തിലും പരീക്ഷണത്തിലും ജമാഅത്തിന്റെ സത്യതയ്ക്കായി ജനങ്ങളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇവരോടൊപ്പമാണ് എന്ന് ലോകത്തോട് പറഞ്ഞു. അഗ്നിക്ക് കാരണമെന്താണ്? ഇത് പോലീസും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവർ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ കൂടുതൽ സാധ്യത തീ ആരംഭിച്ചത് സ്റ്റോറിൽ നിന്നാണ്. അവിടെ പ്ലാസ്റ്റിക് വസ്തുക്കളും ഉണ്ടായിരുന്നു, മറ്റു വസ്തുക്കളും ഉണ്ടായിരുന്നു. അതുമൂലം തീ വളരെ പെട്ടെന്ന് വ്യാപിക്കുകയുണ്ടായി. പിന്നീട് മേൽക്കൂരയിലെ പലകകൾ മുഖേനയോ AC-യുടെ കുഴലുകൾ മുഖേനയോ തീ അതിവേഗം പടർന്നു. എന്തു തന്നെ കാരണമുണ്ടായാലും ഈ കാര്യം ഇവിടുത്തെ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, സ്റ്റാഫുകൾ, ആമില എന്നിവരുടെ ബലഹീനതയേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവരും ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതാണ്. അവർക്ക് വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതുപോലെ അഗ്നി പടർന്നുവോ നഷ്ടം അതിൽ കൂടുതൽ ഉണ്ടാവേണ്ടതായിരുന്നു. അഗ്നിശമന സേനയും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് രക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള തീ 100,000 ഡിഗ്രി വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന അഗ്നിയുടെ ചൂട്, ഇതിൽ വലിയ നാശം ഉണ്ടാവേണ്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അന്യർ മുഖേന അള്ളാഹു എപ്രകാരമാണ് ജമാഅത്തിന്റെ പ്രഭാവം, അല്ലെങ്കിൽ അന്യർ മുഖേന ജമാഅത്തിന്റെ പ്രഭാവം ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ചാണ്. പ്രസ്സിന് എരിവും പുളിയും ചേർത്ത് കേട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ശീലമുണ്ട്.
ഇത്തരത്തിലുള്ള വാർത്തകൾ അവർ അന്വേഷിക്കുന്നു. ഒരു പത്രത്തിന്റെ പ്രതിനിധി ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ എത്തി നമ്മുടെ ഇഷാദ് സെക്രട്ടറിയുമായി ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. അകത്ത് വരാനുള്ള അനുവാദം ഉണ്ടാകാതിരുന്നതിനാൽ പുറത്ത് റോഡിൽ നിന്നുകൊണ്ടാണ് അയാൾ ചോദ്യം ചോദിച്ചത്. താങ്കൾക്ക് അയൽവാസികളുമായി എത്തരത്തിലുള്ള ബന്ധമാണ് ഉള്ളതെന്ന് ചോദിച്ചു. അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ച വേളയിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് ഒരു ഇംഗ്ലീഷുകാരിയായ ഒരു വനിത ഇറങ്ങി അടുത്തു വന്ന് പറഞ്ഞു, ഞാൻ താങ്കളുടെ അയൽവാസിയാണ്, ഈ മസ്ജിദിന്റെ സമീപത്താണ് താമസിക്കുന്നത്, താൻ സഹായിക്കാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചു. അതുപോലെ മറ്റു പലരും വന്നു, ചർച്ചിലെ പ്രതിനിധികൾ വന്നു. അയൽവാസികളുടെ ഈ അഭിപ്രായം നേരിട്ട് കേട്ട ആ പത്ര പ്രതിനിധി പറയുകയുണ്ടായി, എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു, ഇനി താങ്കളോട് എനിക്ക് ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു വശത്ത് ഇത്തരത്തിലുള്ള പെരുമാറ്റം, മുസ്ലിങ്ങളല്ലാത്ത അധിക പേര് ആണവർ. മറ്റു വശത്ത് മുസ്ലിങ്ങളായവരുടെ പെരുമാറ്റം, അതായത് അവർ ആഹ്ലാദിക്കുന്നു, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നു. ശരി, ഇന്ന് ഈ സുബ്ഹാനല്ലാഹ് പരിഹാസത്തോടെ അള്ളാഹുവിന്റെ കോപത്തെ ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. നിങ്ങൾ ചെല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ ഇതിലും ഉത്തമവും മനോഹരവുമായ രീതിയിൽ ഞങ്ങൾ യഥാർത്ഥ സുബ്ഹാനല്ലാഹ് ചെല്ലുന്നതാണ്, ഒപ്പം മാഷാ അല്ലാഹ് എന്നും പറയുന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പരീക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ്. അതുപോലെ തന്നെ ഇതിന് കാരണം എന്തായിരുന്നു എന്നറിയില്ല എന്നും പറഞ്ഞിരുന്നു. എപ്രകാരമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നും അറിയില്ല. ഇത് വല്ല അക്രമമോ ആസൂത്രണമോ ആണെങ്കിൽ ഇതുമൂലം ജമാഅത്തിന്റെ പുരോഗതിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നതല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സംവിധാനത്തിന് തന്റെ ബലഹീനതയെ പരിശോധിക്കാനും അതിൽ ശ്രദ്ധ ചെലുത്താനും ഈ സംഭവം മൂലം കൂടുതൽ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നവരാക്കി തീർക്കേണ്ടതാണ്. ഞാൻ പെരുന്നാൾ ഖുതുബയിൽ വിവരിച്ചതുപോലെ നഷ്ടമുണ്ടാക്കുന്നതും അഗ്നി കത്തിക്കുന്നതും ജമാഅത്തിന്റെയോ നബിയുടെയോ ഉദ്ദേശത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അതിൽ അവർ വിജയിക്കുകയില്ല. ഇനി ആരുടെയെങ്കിലും ദുരുദ്ദേശമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതുമൂലം നിസാരമായ നഷ്ടം സംഭവിച്ചു. നിസാരമായ നഷ്ടം സംഭവിച്ചാൽ തന്നെ അള്ളാഹു ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സുവാർത്ത നൽകുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വാദം മുതൽക്ക് തന്നെ അദ്ദേഹത്തിനെതിരിൽ ഗൂഢാലോചനകളും തീകത്തിക്കലും തുടങ്ങിയതാണ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? എന്ത് പ്രതികരണമാണ് ഉണ്ടാകുന്നത്? ജമാഅത്തിന്റെ പുരോഗതി നമുക്കെല്ലായിടത്തും കാണാൻ സാധിക്കുന്നു. ഒരു അഗ്നി പ്രത്യക്ഷത്തിലുള്ള അഗ്നിയാണ്, എന്നാൽ മറ്റൊരു തീ മനുഷ്യന്റെ അകത്ത് അസൂയ, കുശുമ്പ്, സ്പർദ്ധ എന്നിവയുടെ തീയാണ്. പ്രത്യക്ഷത്തിൽ പള്ളിയുടെ ചെറിയ ഭാഗത്ത് തീ പിടിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നഷ്ടം ഇൻഷാ അല്ലാഹ് ഉടൻ നികത്തപ്പെടുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാം അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് ഭാഗവാക്കാകുന്നതാണ്. ഈ ക്ഷമയും ദുആയും അള്ളാഹുവിന്റെ ശീതളമാകുന്ന തണലിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ്. എന്നാൽ ഈ ഭൗതിക തീയിലൂടെ എതിരാളികളുടെ അസൂയയാകുന്ന തീയും ആളിക്കത്തുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ തീപിടുത്തത്തിൽ സന്തോഷിക്കുന്നു. എന്നാൽ പിന്നീട് അവർ ഇവരുടെ പള്ളി എന്തുകൊണ്ട് തീപിടിച്ചില്ല എന്ന കാര്യത്തിൽ ദുഃഖിക്കുന്നു. ഇത്ര ചെറിയ നിലയിൽ മാത്രം നഷ്ടം എന്തുകൊണ്ടുണ്ടായി? ഇവർക്ക് ഒരുപാട് നഷ്ടമുണ്ടാകേണ്ടതാണ്. അതായത് പ്രത്യക്ഷ അഗ്നി നമുക്കെതിരിൽ ആളിക്കത്തിച്ചത് അതുമൂലം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ എതിരാളികളെയും അത് കത്തിക്കുകയുണ്ടായി. അസൂയയുടെ രൂപത്തിലും കുശുബിന്റെ രൂപത്തിലും സ്പർദ്ധയുടെ രൂപത്തിലും അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്തിന്റെ ജോലി തീപിടുത്തം ഉണ്ടായപ്പോഴും നിലച്ചിരുന്നില്ല.
ഇത് ലണ്ടനിന്റെയും UK-യുടെയും പുറത്തുള്ള കാര്യമല്ല, മറിച്ച് ഇവിടെ ലണ്ടനിൽ തന്നെ നാം നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ചില നമ്മുടെ ജോലിക്കാർ ഈ കാര്യത്തിൽ പരിഭ്രമിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ വിഷമം നഷ്ടം സംഭവിച്ചിൽ ഉണ്ടാകുന്നതാണ്. ഇതൊരു പ്രകൃതിദത്തമായ കാര്യമാണ്. എന്നാൽ ഈ വിഷമം പൂർണ്ണമായും നമ്മെ കീഴ്പ്പെടുത്തുകയില്ല. MDIയുടെ ഒരു ഭാഗം ഇവിടെയാണുള്ളത്. ഇവിടെ ഉള്ളത് വളരെ വലിയൊരു ഭാഗമാണ്. ആ ദിവസം റായഹുദായുടെ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പരിപാടി നടത്തുന്നവർ തീരുമാനിച്ചു, MDA സ്റ്റുഡിയോയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല, അവിടെയുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല, പോകണമെന്ന് വിചാരിച്ചാൽ പോലും പോകാൻ സാധിക്കുന്നതല്ല. അതിനാൽ ഇന്ന് റെക്കോർഡിംഗ് കാണിക്കുന്നതാണ്, ലൈവ് പ്രോഗ്രാം കാണിക്കുന്നതല്ല. റെക്കോർഡിംഗ് കാണിക്കുന്നത് എന്ന കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മസ്ജിദ് ഫസലിൽ നിന്ന് ലൈവ് പ്രോഗ്രാം നടത്തേണ്ടതാണ്. അതിൽ യാതൊരു തടസ്സവും ഉണ്ടാവുന്നതല്ല. ഇങ്ങനെയുള്ള തീരുമാനം എന്നോട് ചോദിക്കാതെ അവർ സ്വയം എടുക്കാനും പാടില്ല. ഉടൻ എന്നോട് ലൈവ് പ്രോഗ്രാമിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കേണ്ടതായിരുന്നു. നിർത്തിവെച്ചുകൊണ്ട് ഇവർ വിചാരിച്ചത് നിരാശയായിരിക്കാം, അല്ലെങ്കിൽ ഉടൻ തീരുമാനമെടുക്കാൻ സാധിക്കാത്തതിനാൽ അതുമാകാം. ലൈവ് പ്രോഗ്രാം നടക്കുന്നില്ലെങ്കിൽ അതുമൂലം അഹമ്മദികൾ ലോകത്തിന് ഇവർ നൽകുന്ന സന്ദേശം ഞങ്ങളുടെ എല്ലാ സംവിധാനവും ഈ സംഭവത്തിലൂടെ തകിടം മറിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. ഉടൻ തന്നെ മസ്ജിദ് ഫസലിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് റായഹുദയുടെ ലൈവ് പ്രോഗ്രാം നടന്നു. ജനങ്ങളുടെ ഫോൺ കോളുകൾ വന്നു, അവർക്ക് ഉത്തരവ് നൽകി. സമാധാനവും സംതൃപ്തിയും അതിലൂടെ അവർക്ക് ലഭിച്ചു. നമ്മുടെ ജോലി നഷ്ടത്തിൽ സങ്കടപ്പെട്ടിരിക്കുക എന്നതല്ല, അല്ലെങ്കിൽ സ്വന്തം സ്ഥാനം ഉപേക്ഷിച്ച് തമാശക്കാരനായി അവിടെ പോയി നിൽക്കുകയല്ല. വളരെയധികം ആളുകൾ അവിടെ സംഘടിച്ചിരുന്നു. എന്നാൽ അവർക്ക് തങ്ങളുടെ ജോലിയിലേക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു. ഉടൻ തന്നെ എല്ലാ സാധ്യമായ അതിന് പകരമായ പരിശ്രമവും ചെയ്യേണ്ടതാണ്, അങ്ങനെ പ്രവർത്തിക്കേണ്ടതുമാണ്. പിന്നെ ബാക്കി അള്ളാഹുവിൽ അർപ്പിക്കുക. മീർ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ആ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹിജ്റത്തിന് ശേഷം റബുവയിൽ വന്നപ്പോൾ, അവിടെ പുനരധിവാസം റബുവയിൽ ആരംഭിച്ചപ്പോൾ, അപ്പോഴുള്ള ജമാഅത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ ബലഹീനമായിരുന്നു. ഒരു പുതിയ നഗരം സൃഷ്ടിക്കണമെന്ന വെല്ലുവിളിയായിരുന്നു. ജമാഅത്തിന്റെ കെട്ടിടങ്ങളും മസ്ജിദുകൾ എന്നിവ നിർമ്മിക്കണമായിരുന്നു. ഒരു വിജനമായ ഭൂമിയിൽ നഗരം നിർമ്മിക്കണമായിരുന്നു. എല്ലാം ഒന്നു മുതൽ ആരംഭിക്കണമായിരുന്നു. ആ സമയം മസ്ജിദ് മുബാറക്ക് തയ്യാറാക്കിയപ്പോൾ മസ്ജിദിന്റെ പണി നല്ല നിലയിൽ പൂർത്തിയായില്ല എന്ന വാർത്ത പ്രസിദ്ധമായി. ഏകദേശം മേൽക്കൂരയെ സംബന്ധിച്ചായിരുന്നു. നല്ല വസ്തുക്കളല്ല അതിനായി ഉപയോഗിച്ചത്, അതിനാൽ അത് വീണു പോകുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം നമസ്കാരത്തിനായി ആഗതനായപ്പോൾ അദ്ദേഹം വാതിലിലൂടെ അകത്ത് വന്നു നിന്നു. നോക്കി അദ്ദേഹം പറഞ്ഞു, ഇത് വീഴുമെന്ന് പറയപ്പെടുന്നു, ഇത് പരിശോധിക്കുക. ഈ കാര്യം ശരിയാണെങ്കിൽ, ഇത്ര ബലം കുറഞ്ഞ കെട്ടിടമാണെങ്കിൽ, മേൽക്കൂരയാണെങ്കിൽ, ഇത് വീഴുന്നത് മൂലം അത് വീണ്ടും നിർമ്മിക്കണമെങ്കിൽ പിന്നെ അതും ഒരു പരീക്ഷണമാണ്. വിഭജന കാലത്ത് ഒരുപാട് പരീക്ഷണമുണ്ടായിരുന്നു. ഇത് വീണ്ടും ഒരു പരീക്ഷണമാണെങ്കിൽ അതും നല്ലതാണ്. ആ സമയത്ത് ജമാഅത്തിന്റെ സാമ്പത്തിക ശേഷിയെ കുറിച്ച് ആർക്കാണ് അറിവുള്ളത്, അവർക്ക് മാത്രമേ ഇക്കാര്യം മനസ്സിലാകുകയുള്ളൂ. കാരണം ഈ കാലഘട്ടവും ആ കാലഘട്ടവും തമ്മിൽ വളരെ വ്യത്യാസമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ മൂലം നമുക്ക് യാതൊരു പരിഭ്രമവും ഉണ്ടാകേണ്ടതില്ല, ഉണ്ടാകുവാനും പാടില്ല. ഈ കാര്യവും നമുക്കൊരു പരീക്ഷണമാണെങ്കിൽ നമുക്കൊരു പ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വന്തം പ്രവൃത്തിയിലൂടെ പിന്നീട് അത് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ കുനിഞ്ഞുകൊണ്ടും ദുആ ചെയ്തുകൊണ്ടും ഈ പരീക്ഷണത്തിൽ നിന്ന് വിജയിച്ചു മുന്നേറുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ജമാഅത്തിലും സാമ്പത്തിക നിലയിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ നഷ്ടത്തെ ഇൻഷാ അല്ലാഹ് ഉന്നതമായ നിലയിൽ നികത്തുന്നതാണ്. ഈ നഷ്ടം ഏത് തരത്തിൽ ഉണ്ടായതാലും ആരുമൂലം സംഭവിച്ചാലും, നമ്മുടെ ബലഹീനത മൂലമോ അശ്രദ്ധ മൂലമോ
അല്ലെങ്കിൽ നമുക്കൊരു പരീക്ഷണമായാലും ഇതിന് കാരണം എന്തു തന്നെയായാലും ഇൻഷാ അല്ലാ ഇതിനെ നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പിന്നീട് മനോഹരമായ രീതിയിൽ പുനർനിർമ്മിക്കേണ്ടതാണ് ഇൻഷാ അല്ലാ. ഇപ്പോൾ ഇതിനായി എനിക്ക് പുതിയൊരു പദ്ധതി ജമാഅത്തിനോട് പറയേണ്ടതിന്റെ ആവശ്യമില്ല. എന്നാൽ പറയാതെ തന്നെ ജനങ്ങൾ സ്വയം ഇതിനായി പണം അയക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രധാനമായും കുട്ടികൾ ഇക്കാര്യത്തിനായി ചന്ത നൽകാൻ തുടങ്ങിയിരിക്കുന്നു. പറയാതെ തന്നെ കുട്ടികൾ സ്വയം തങ്ങളുടെ കുടുക്ക സമർപ്പിക്കുന്നു. എത്ര കോയിനുകളാണ് സ്വരുക്കൂട്ടിയിരുന്നത് മുഴുവൻ അവർ നൽകുന്നു. 7-8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി തന്റെ പിതാവിനോടായി പറഞ്ഞു. അവർ വിശദീകരണം ചോദിച്ചപ്പോൾ ഞങ്ങൾ ആ ഹാളിൽ പോവുകയും കളിക്കുകയും ഭക്ഷണം കഴിക്കുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നമുക്കും അത് രണ്ടാമത് നിർമ്മിക്കുന്നതിനായി വീതം നൽകേണ്ടതാണ്. ഇത് പെൺകുട്ടിയുടെ വികാരമാണ്. അതിനാൽ എന്റെ കയ്യിൽ ഉള്ള തുക ഞാൻ നൽകുന്നതാണ്. തന്റെ കുടുക്ക മുഴുവൻ എടുത്തുകൊണ്ടുവന്നു. ഒരു സമൂഹത്തിലെ കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള വികാരമാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ പിന്നെ ആർക്കാണ് അവരെ നിരാശപ്പെടുത്തുവാൻ സാധിക്കുക? ഈ നിസാരമായ നഷ്ടത്തിൽ എന്ത് പറയാനാണ്? കൂടാതെ നമ്മുടെ അയൽവാസികൾ അവരും അവരുടെ കടമകൾ നിർവഹിക്കാനായി ശ്രമിക്കുന്നു. അമീർ സാഹിബ് പറയുന്നു, ഇവിടെയുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ സന്ദേശം വരികയുണ്ടായി. സ്കൂളിലെ കുട്ടികൾ ഈ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണത്തിനായി കുറച്ച് പണം സ്വരുക്കൂട്ടി ചന്തയായി നൽകാൻ ആഗ്രഹിക്കുന്നു. ഈ ഉന്നതമായ ധാർമ്മിക ഗുണം മുസ്ലിങ്ങൾക്ക് പ്രദർശിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ അമുസ്ലിങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. നാം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ, അവർ അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. നമുക്ക് അവരുടെ വികാരത്തെ മാനിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അഗ്നിയുടെ തീവ്രത അത്യധികമായിരുന്നു. ചില ലോഹത്തിന്റെ ഫ്രെയിമുകൾ എത്രമാത്രം രൂപമാറ്റം സംഭവിച്ചെന്നാൽ തരികളായി തീർന്നു. എന്നാൽ ഇതായിരുന്നിട്ട് കൂടി ചില ഓഫീസുകൾ സുരക്ഷിതമായി, അതിൽ റെക്കോർഡുകൾ സുരക്ഷിതമാണ്. വസിയത്തിന്റെ ഓഫീസുകൾ, ഖസയുടെ ഓഫീസ്, മറ്റ് പല ഓഫീസുകളും സുരക്ഷിതമായി. അതുപോലെ MD-യുടെ മുഴുവൻ ഭാഗവും രക്ഷപ്പെട്ടു. അവിടെ വലിയ വിലപിടിച്ച വസ്തുക്കൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നു മുതൽ അവിടെ ജോലിയും ആരംഭിച്ചിരിക്കുന്നു. ഈ മുഴുവൻ ഭാഗവും തീപിടിച്ച ഹാളുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ്. അതിനാൽ എനിക്ക് അതിനെ സംബന്ധിച്ച് വളരെ ചിന്തയുണ്ടായിരുന്നു. അതിനാൽ ദുആ അതിനുവേണ്ടിയാണ് ആദ്യം തുടങ്ങിയത്. കാരണം ഇവിടെ തീപിടിച്ചാൽ പിന്നെ പള്ളിയുടെ ഭാഗത്തേക്കും തീപിടിക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാൽ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു. ഇവിടെയുള്ള ലൈബ്രറിക്ക് നഷ്ടമുണ്ടായി. എന്നാൽ അതിലും 70% ഭാഗം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ലൈബ്രറിയിലുണ്ടായിരുന്ന ട്രാൻസ്ലേഷൻ ഭാഗം അതും 100% സുരക്ഷിതമാണ്. എന്റെ മുമ്പിൽ വന്ന കാര്യം ചില ആദ്യകാല പര്യടനത്തിന്റെ ടേപ്പുകൾ നഷ്ടമായിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇത് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള അത്ര വലിയ നഷ്ടമൊന്നുമല്ല. ഇതിന്റെയും തിരഞ്ഞെടുത്ത ഭാഗം സുരക്ഷിതമാണ്. MD-യുടെ ഭാഗം രക്ഷപ്പെട്ടതും ഒരു ദൃഷ്ടാന്തമാണ്. കാരണം അതുമായി ബന്ധമുള്ള മേൽക്കൂര കത്തിക്കരിഞ്ഞതിന് ശേഷമാണ് തീ നിലച്ചത്. അതല്ലെങ്കിൽ അഗ്നി ശമിപ്പിക്കുന്നവർക്ക് അല്ലാഹു അതിനെ നിയന്ത്രിക്കാൻ തൗഫീക്ക് നൽകി. അതുപോലെ താഹിർ ഹാൾ മസ്ജിദിന്റെ ഭാഗവും പൂർണ്ണമായും രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ കാണുന്നുമുണ്ട്. അല്ലാഹു നമ്മുടെ ജീവനെയും സുരക്ഷിതമാക്കി. ഒരു സാഹിബ് ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിവ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, എന്റെ ജോലി അവസാനിപ്പിച്ച് വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോൾ കറുത്ത പുകയുടെ ശക്തമായ കാറ്റകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ വളരെയധികം പരിഭ്രമിച്ചു. പുറത്തു വന്നു. മുഴുവൻ അന്ധകാരം മൂടി, എങ്ങും പുകയായിരുന്നു. ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. പറയുന്നു, ഞാൻ ഭിത്തിയോട് ചേർന്ന വഴിയിലൂടെ തപ്പിത്തടഞ്ഞ് നടന്നു തുടങ്ങി. കൂടെ കൂടെ ദുആയും ചെയ്തുകൊണ്ടിരുന്നു. കാരണം ശ്വാസം നിലച്ചു പോകുന്ന കാരണത്താൽ ധൈര്യം കൈവിട്ടുപോയിരുന്നു. അള്ളാഹു ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞിരുന്നു, തീ എന്റെ അടിമയുടെ അടിമയാണ്, ഞാനും അടിമയാണ്. അതുകൊണ്ട് ഞാനും മസീഹിന്റെ അടിമയാണ്. എന്നെയും രക്ഷിച്ചാലും ഇത്തരത്തിൽ ഞാൻ താഴേക്ക് വീണുപോകും എന്ന അവസ്ഥ
2-3 പ്രാവശ്യമുണ്ടായി. എന്നാൽ കുറച്ച് സെക്കൻഡുകൾ പോലും അദ്ദേഹം താഴെ വീണ് പോയാൽ താപനില ഉയർന്നിരുന്ന കാരണത്താൽ അത് അദ്ദേഹത്തെ കരിച്ച് ചാരമായി തീർക്കുമായിരുന്നു. എന്നാൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആ അന്ധകാരപൂർണമായ പുകയിൽ നിന്നും പുറത്തു വന്നു. പുറത്ത് വാതിൽ വന്ന് വെളിച്ചം കണ്ടപ്പോൾ പറയുന്നു, ഞാൻ വാ കുലുക്കി തുപ്പിയപ്പോൾ വായിൽ നിന്ന് മഷി പോലെ തോന്നിപ്പിക്കുന്ന കൊഴുത്ത കറുത്ത ദ്രാവകം പുറത്തു വന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ. എന്നാൽ അള്ളാഹു അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അദ്ദേഹത്തിന് ഇത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. കുറച്ച് സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ അത് കത്തിച്ച് ചാരമാക്കുമായിരുന്നു. അള്ളാഹു വളരെയധികം അനുഗ്രഹം ചൊരിഞ്ഞു. അസൂയാലുക്കളുടെ അസൂയ ഇനിയും വർദ്ധിക്കുന്നതാണ്. അതിനാൽ ദുആയിലേക്ക് ശ്രദ്ധ ചെലുത്തുക. റബ്ബി കുല്ലി ഷൈഇൻ ഖാദിമുക റബ്ബി ഫഫദ്നി ഫൻസുർനി വർഹംനി എന്ന ദുആയും അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫി നുഹൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം എന്ന ദുആയും ചൊല്ലുക. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന ദുആയും ചൊല്ലേണ്ടതാണ്. ഇത് നമ്മുടെ അയോഗ്യതയുടെയും ബലഹീനതയുടെയും കാരണത്താലാണ് ഉണ്ടായതെങ്കിൽ ഇസ്തിഗ്ഫാറും വളരെയധികമായി ചെല്ലേണ്ട ആവശ്യമുണ്ട്. അള്ളാഹു വരുംകാലവും നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് നല്ല നിലയിൽ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ബലഹീനതകളെ ദൂരീകരിക്കുമാറാകട്ടെ. ഇനി ഇത് പരീക്ഷണമാണെങ്കിൽ അള്ളാഹു നമുക്ക് വിജയം വരിച്ച് ഇതിലൂടെ മറികടക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മുമ്പത്തേക്കാൾ ഉപരിയായ പ്രതിഫലം നൽകുമാറാകട്ടെ. സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള ക്ഷമാശീലരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുമ്പത്തേക്കാൾ ഉപരിയായി പുരോഗതി ദർശിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ കുറച്ച് ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. ആദ്യത്തെ ജനാസ ബഹുമാനപ്പെട്ട ചൌധരി മഹമ്മൂദ് അഹമ്മദ് മുബഷിർ സാഹിബ് ദർവേഷ് കാദിയാന്റേതാണ്. ചൌധരി ഗുലാം മുഹമ്മദ് സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മകനായിരുന്നു. 18 സെപ്റ്റംബറിൽ ഏകദേശം 97-ാമത്തെ വയസ്സിൽ കാദിയാനിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സർഹോദാവാസിയായിരുന്നു. 1934 കാദിയാനിൽ മദ്രസ അഹമ്മദിയയിൽ ചേർന്നു. 1943 പട്ടാളത്തിൽ ചേർന്നു. അവിടുന്ന് റിട്ടയർഡ് ആയി ജീവിതം വഖഫ് ചെയ്തു. ഖലീഫത്തുൽ മസീഹ് സാനിയുടെ നിർദ്ദേശപ്രകാരം കാദിയാനിൽ വന്നു. കാദിയാനിൽ അദ്ദേഹം വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്തിരുന്നു. കായമക്കാം എഡിറ്റർ, നായിബ് എഡിറ്റർ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു പോന്നു. അഞ്ജുമന്റെ മുഖ്താറെ ആം എന്ന നിലയിലും ഷാജഹാൻപൂരിൽ ജോലി ചെയ്തിരുന്നു. കാദിയാനിലെ ജായിദാത്തിന്റെ ഓഫീസിലും ഭൂമിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നു. സേവനത്തിനായി ഒരുപാട് അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഖാസി സിൽസിലയായും ആയിരുന്നു. ദഫ്തർ ദഅവത്തുൽ തബ്ലീഗ് താലീം വ തർബിയത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം അഞ്ജുമന്റെ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുന്നത്. എപ്പോഴും അദ്ദേഹം കവിത രചിക്കുമായിരുന്നു. ആളുടെ വികാരത്തെ തന്റെ പദ്യത്തിലൂടെ പ്രകടിപ്പിച്ചിരുന്നു. സന്തോഷത്തോടെ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അതിഥി സൽക്കാരത്തിന് വളരെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. കാദിയാനിലെ അമുസ്ലിങ്ങളിൽ തന്റെ ഉന്നത ധാർമ്മിക ഗുണത്താൽ വളരെ പ്രസിദ്ധി ലഭിച്ചിരുന്നു. വളരെയധികം ആളുകൾ അമുസ്ലിങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് 4 ആൺമക്കളും 3 പെൺമക്കളും നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. 2 ആൺമക്കൾ കാദിയാനിലാണ്. 1 മകനും മകളും പാകിസ്ഥാനിലാണ്. 2 പെൺമക്കൾ പാകിസ്ഥാനിലാണ്. അതിഥി ആരായാലും കാദിയാനിൽ എത്തിയാൽ അദ്ദേഹത്തെ നല്ല നിലയിൽ സേവനം ചെയ്തിരുന്നു. പരിചയക്കാരനോ അപരിചിതനോ ആയാലും ശരി. ഒരു ദർവേഷിയുടെ കാലഘട്ടവും അദ്ദേഹം ക്ഷമയോടും സഹനത്തോടും കഴിച്ചുകൂട്ടി, ആത്മവിശ്വാസത്തോടും കഴിച്ചുകൂട്ടി. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്കും അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാനപ്പെട്ട ഖാലിദ് സലീം അബ്ബാസ് അബു ഹാജി സാഹിബിൻ സിറിയയുടേതാണ്. 27 ആഗസ്റ്റ് 2015 ഹൃദയാഘാതം മൂലം വഫാത്ത് സംഭവിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം സിറിയയിലെ പഴയ ആത്മാർത്ഥരായ അഹമ്മദികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു.
മുനീറുൽ ഹസൻ സാഹിബിന്റെ തബ്ലീഗിന്റെ ഫലമായി 1947 അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചു. നമസ്കാരം, നോമ്പ് കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. സാധാരണ പ്രകൃതവും ശുദ്ധനും അതിഥി സൽക്കാര പ്രിയനും വിശ്വസ്തനും അനുസരണ പുലർത്തുന്നവനും സേവകനും നന്മ നിറഞ്ഞ മനുഷ്യനുമായിരുന്നു. തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ആശാരിയായിരുന്നു. ഖിലാഫത്തിന്റെ അനുരക്തനായിരുന്നു. ജമാഅത്ത് വസ്തുതയെയും മുബലീഗങ്ങളെയും വളരെയധികം ബഹുമാനിച്ചിരുന്നു. എല്ലാവരോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പെരുമാറിയിരുന്നു. ജുമാ നമസ്കാരത്തിന് വളരെ കൃത്യത കാണിച്ചിരുന്നു. ജുമാ നമസ്കരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിദൂരത്തിലാണ് അദ്ദേഹത്തിന്റെ വീടുണ്ടായിരുന്നത്. എന്നിട്ടും അദ്ദേഹം ഏറ്റവും ആദ്യം പള്ളിയിൽ എത്തിച്ചേരുമായിരുന്നു. ബാങ്ക് നൽകുന്നതിൽ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പ്രായം അധികമായിരുന്നിട്ടും വളരെ യുവത്വത്തോടെ കാര്യങ്ങൾ ചെയ്തിരുന്നു. നടന്ന് പഴയ അഹമ്മദികളെ കാണാൻ പോകുമായിരുന്നു. ഖുതുബകളും പ്രസംഗങ്ങളും കൃത്യമായി കേട്ടിരുന്നു. ജനങ്ങളിൽ അത് എത്തിക്കുമായിരുന്നു. അവസാന നിമിഷം വരെ തന്റെ ബയ്യത്തിന്റെ പ്രതിജ്ഞ പാലിച്ചു. ആത്മാർത്ഥതയോടും കൂറോടും കൂടി അദ്ദേഹം അത് നിർവഹിച്ചു. ജൽസ സലാന റബുവയിലും യുകെയിലും പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തോടം താമസിച്ച എല്ലാ മുബലീഗങ്ങളും താമസിച്ച എല്ലാവരും ഇദ്ദേഹത്തിന്റെ അസാധാരണമായ ആത്മാർത്ഥതയും മുറബിമാരോടുള്ള സൽപെരുമാറ്റത്തെക്കുറിച്ച് പ്രശംസിച്ചിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പദവികൾ ഉയർത്തുമാറാകട്ടെ. ഒരു മകൾ മാത്രമാണ് അഹമ്മദി എന്ന് തോന്നുന്നു. മറ്റ് മക്കൾ അഹമ്മദികളല്ല. അതിൽ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ മക്കൾക്കും അഹമ്മദിയത്ത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് തന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള നന്മ നിറഞ്ഞ ആഗ്രഹങ്ങളും ദുആകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ച സംഭവം ഇപ്രകാരമാണ്. ഒരിക്കൽ അദ്ദേഹം ഒരാളെ കാണുകയുണ്ടായി. അയാൾ ഒരു മൗലവിയുമായി സംവാദം നടത്തുന്നു. അള്ളാഹുവിനെയും റസൂലിനെ മുൻനിർത്തിയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. മൗലവി അയാളെ കാഫിർ കാഫിർ എന്ന് പറയുന്നു. അവസാനം മനസ്സിലായി ആരെയാണ് കാഫിർ എന്ന് പറയുന്നത്. അയാൾ അഹമ്മദി ആയിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഒരാൾ അള്ളാഹുവിന്റെയും റസൂലിന്റെ കാര്യങ്ങൾ പറയുകയും അയാളെ കാഫിർ എന്ന് പറയുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജമാഅത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ സാവധാനത്തിൽ ജമാഅത്തെക്കുറിച്ചുള്ള അറിവ് കരസ്ഥമാക്കി. അള്ളാഹു അദ്ദേഹത്തിന് അഹമ്മദ് സ്വീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ഒരുപക്ഷെ ആ കടലാസ് എടുക്കാൻ വിട്ടുപോയി. പേര് എനിക്ക് ഈ സമയം ഓർമ്മയില്ല. എന്നായിരുന്നാലും ഒരു സിറിയൻ അഹമ്മദിയായ സുഹൃത്തായിരുന്നു. അവിടുത്തെ ഇപ്പോഴുള്ള യുദ്ധം കാരണത്താൽ ബോംബിന്റെ കഷ്ണം ഏറ്റ കാരണത്താൽ ഷഹീദാകുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. സിറിയയുടെ അവസ്ഥകളെയും മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. അവിടെ നല്ല അന്തരീക്ഷം ഉണ്ടാകുമാറാകട്ടെ. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും അവർക്ക് ബുദ്ധിയും വിവേകവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരസ്പരം കഴുത്ത് അറക്കുന്നതിന് പകരമായി യഥാർത്ഥ മുസ്ലിമായി തീരുകയും പരസ്പരം കാരുണ്യം ചെയ്യുന്നവരുമാക്കി തീർക്കട്ടെ. കാലത്തിന്റെ ഇമാമിനെ അംഗീകരിക്കുവാനും ഇവർക്ക് തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
أشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر